നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. വേർപെട്ട് നിൽക്കുന്ന ബന്ധുക്കൾ വിരുന്നു വരുവാനും അവരോട് സമത്വമായിട്ടുള്ള ഭാവനയോടുകൂടി ഉള്ള പ്രതികരണം വന്നു ചേരുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവ ഉണ്ടായിത്തീരും. മാതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെത്തിച്ചേരുവാനും ആരാധനാലയ ദർശനം നടത്തുവാനും യോഗം കാണുന്നുണ്ട്. മറ്റു ചിലർക്ക് മാതാപിതാക്കളോടൊപ്പം ദിവസങ്ങളോളം താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടായിത്തീരും. എന്നാൽ അമിത വൈദ്യുത പ്രവാഹത്താൽ ഗൃഹോപകരണങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് മാറ്റി വേണ്ടവയ്ക്ക് വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തിക പുരോഗതിക്ക് യോഗം കാണുന്നു. ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് വഴി വിതരണ മേഖലകൾ വിപുലമാക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനും വ്യാപാരത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ഒരു പുരോഗതി കൈവന്ന് ചേരുവാനും യോഗം കാണുന്നുണ്ട്. ഏതൊരു കാര്യവും വളരെ ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഒരു പക്ഷേ ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സഹപ്രവർത്തകരുടെ സഹകരണത്താൽ ദീർഘകാലത്തേക്കുള്ള ചില കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും വിഭാവനം ചെയ്യുവാനും ഏറ്റെടുക്കുവാനുമുള്ള സാഹചര്യങ്ങൾ കൂടി ചതയ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാൻ യോഗം കാണുന്നു. നമസ്കാരം.